നിങ്ങളുടെ ഹോമിൽ വന്ന് നിങ്ങളെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യം. അതുകൊണ്ട് യു വിൽ നോ പ്ലാൻ ടു ചേഞ്ച്. അങ്ങനെ നമ്മൾ എന്താണ് ഈ ഒരു കളിയിൽ പ്രതീക്ഷിച്ചത് അത് തന്നെ നടക്കുക. എതിരില്ലാത്ത ഒരു ഗോളിന് മുംബൈ സിറ്റിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. എന്തായാലും ഈ ഒരു കളിയെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് മാത്രം റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു മത്സരം തുടങ്ങിയ ആദ്യ 10 മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര അറ്റാക്കിംഗ് ആയിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സെക്കൻഡ് ബോൾ കൃത്യമായിട്ട് വലയിലെത്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രൈക്കറിന്റെ അഭാവം നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടു. അങ്ങനെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചിട്ടൊന്നും ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ഒരു തേങ്ങ ചെയ്യാൻ പറ്റിയില്ല. ഇനി ഈ ഒരു മത്സരത്തിൽ ചില വ്യത്യസ്തമായുള്ള ചേഞ്ചുകളും സംഭവിച്ചു. അതായത് അഹമ്മദ് ഡോലിഗിന്റെ സ്ഥാനത്ത് സന്ദീപ് സിംഗ് ആയിരുന്നു കളിച്ചത്. പക്ഷെ ഈ ഒരു മത്സരത്തിൽ പുള്ളിക്കാരന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ എനിക്ക് സങ്കടം തോന്നിയത് ഡാനിഷ് ഫാറൂഖിന്റെ മത്സരം കണ്ടിട്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്നുണ്ട്, അതുപോലെ മിഡിൽ കളിക്കുന്നുണ്ട്, ബാക്കിലും കളിക്കുന്നുണ്ട്. സോ അത്ര എഫേർട്ട് ഇട്ടാണ് പുള്ളിക്കാരൻ കളിച്ചത്. പക്ഷെ പുള്ളിക്കാരൻ തന്നെയാണ് പെനാൽറ്റിയും കൺസീഡ് ചെയ്തത്. ഇനിയാണ് ടെസ്റ്റ്. ഈ ഒരു പെനാൽറ്റി എടുക്കാൻ വരുന്ന ആരാണ്? ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള പെരേര ഡയർ. അങ്ങനെ ഒരു പ്രതീക്ഷകളും ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിന് മുന്നിൽ കാവൽ നിന്ന അൻവർ ഷെയ്ഖ് ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി മാറി. അങ്ങനെ ആ പെനാൽറ്റിക്ക് ശേഷം മുംബൈ സിറ്റി വളരെ വലിയ പ്രഷറിലോട്ട് പോയി. ഈ ഒരു അവസ്ഥയിലും കേരള ബ്ലാസ്റ്റേഴ്സ് നിരന്തരമായ അറ്റാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായിട്ട് വലയിലെത്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലാണ് ആ ഗോൾ വരുന്നത്. അതായത് കിട്ടിയ അവസരം കൃത്യമായിട്ട് പെരാഡൈസ് ഒരു പാസ് കൊടുത്തു. ആ ഒരു പാസിൽ നിന്നാണ് ചാൻസ് കൃത്യമായിട്ട് വലയിലെത്തിയത്. ആ ഒരു ഗോളിന് ശേഷം തുടർച്ചയായിട്ടുള്ള അക്രമമായിരുന്നു മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നും കണ്ടത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയായിരുന്നോ മോഹൻ ബഗാനെതിരെ കളിച്ച് അതേ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. അതായത് ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിന് പകരം എങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ചേഞ്ചുകളെല്ലാം നടത്തി. അതായത് വിപിൻ മോഹനും കെവിൻ യോക്കും എല്ലാം കളത്തിലോട്ടെത്തി. പിന്നെ ഈ ഒരു മത്സരത്തിന്റെ നിരന്തരമായിട്ട് ആക്രമിച്ച് കളിക്കുന്ന ഒരു താരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കോറോസ്. അതായത് കോറോസിംഗിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ കൂടുതൽ അറ്റാക്കിങ് കണ്ടത്. അതായത് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ റൺ ചെയ്ത് എതിർ ടീമിന്റെ ബോക്സിലോട്ട് ക്രോസ് ചെയ്തു. പക്ഷെ അവിടെ സെക്കൻഡ് ബോൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് പ്രതീക്ഷയോടെ വന്ന സ്ട്രൈക്കറായുള്ള വിക്ടർ ബർത്തോമിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഈ ഒരു സീസണിൽ കപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ ഈ ഒരു റെലഗേഷനിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രതീക്ഷയെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും